ദൈവത്തിൻ കുഞ്ഞാടേ. കുറവുള്ള എനിക്കായിട്ട് കുറവില്ലാത്തൊരു കുഞ്ഞാട്, അത് ദൈവത്തിന്റെ കുഞ്ഞാടാണ്. എത്ര പേർ വായ്കളെ തുറന്നതെന്ന് പറയുന്നു. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. ശബ്ദം അല്പം കൂടെ ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ ചേർന്ന്. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. ഒരിക്കൽ കൂടെ ശബ്ദമൊന്ന് ഉയർത്തി. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. നിൻ യാഗമാണെന്റെ ജീവന്റെ, നിൻ യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. നിൻ യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. കുറവുള്ള എനിക്കായിട്ട് കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. അപ്പോഴെ ശബ്ദമുയർത്താം. ഓ കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ഓ ദൈവത്തിൻ കുഞ്ഞാടേ. നിൻ യാഗമാണെന്റെ, നിൻ യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. നിൻ യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. ഒരിക്കൽ കൂടെ നിൻ യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. നിൻ യാഗമാണെന്റെ, നിൻ യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. ആ കാൽവറിയൊന്നതായി നിൻ യാഗമാണെന്റെ, ഓ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. ഒരിക്കൽ കൂടെ നിൻ യാഗം, ഓ നിൻ യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ ഒരിക്കൽ കൂടെ ആ യാഗത്തെ. നിൻ യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. നിൻ യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. ഓ ആരാധന, ഓ ഹല്ലേലൂയ.
ஊழியத்தின் ஆதாரமே அழைத்தவரே அழைத்தவரே என் ஊழியத்தின் ஆதாரமே. எத்தனை எத்தனை நின்றகள் எத்தனை தேவைகள் என சூழ நின்றாலும் உம்மை பார்க்கிறேன். எத்தனை தேவைகள் எத்தனை தேவைகள் என சூழ நின்றாலும் உம்மை பார்க்கிறேன். உத்தம உத்தம ஊழியர் என்று நீ சொல்லிட ஒரு வார்த்தை கேட்க நான் உண்மையாய் ஓடுகிறேன். அழைத்தவரே அழைத்தவரே ஊழியத்தின் ஆதாரமே நன்றாயறிந்து தேடி வந்த நல்ல நேசரே. ஆரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே. அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்து நான் உயிர் வாழ்கிறேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்து நான் உயிர் வாழ்கிறேன். தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட நல்ல நேசரே. தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட நல்ல நேசரே. அழகான 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 கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கிறேன். அவர் நாமமே மாதுரமே அவர் நாமத்தில் சுகமுண்டு. அவர் நாமமே மதுரமது அவர் நாமத்தில் சுகமுண்டு. இயேசு நாமம் இயேசு நாமம் இயேசு நாமம் இயேசு நாமம் இயேசு நாமம் இயேசு நாமம் வாழ்கவே. இயேசு நாமம் இயேசு நாமம் இயேசு நாமம் இயேசு நாமம் இயேசு நாமம் இயேசு நாமம் வாழ்கவே. இயேசு நாமம் இயேசு நாமம் இயேசு நாமம் இயேசு நாமம் இயேசு நாமம் வாழ்கவே.
है जिंदगी, वो नाम है यीशु मसीह। जिस नाम में है बंदगी, वो नाम है यीशु मसीह। यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम की जय। यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम की എത്ര പേർക്ക് അനുദിനം ഓ അനുദിനം
അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. കൈകളെ ഒന്ന് ഉയർത്തി കർത്താവിനൊരു നന്ദി. ഭയങ്കര കർത്താവിന്റെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനോടും നിങ്ങളെ അടുപ്പിക്കുന്നതല്ല, യേശുവുമായിട്ട് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കർത്താവിന്റെ അഭിഷേകം. പ്രിയപ്പെട്ടവരെ, ചില നിമിഷങ്ങൾ തുടർമാനം നിൽക്കുക. പറ്റുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമാകുമ്പോൾ ഇരിക്കാം. കർത്താവ് ഇന്ന് ഇതിന്റെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ് യെസ്. വേദപുസ്തകത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ദൈവഭക്തന് അതിപ്രധാനമായി ചെയ്യാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ആരാധന, മറ്റൊന്ന് ആശ്രയം. കേട്ടില്ല, ഒന്നുകൂടെ പറയാം. ആരാധന, മറ്റൊന്ന്. ഇത് രണ്ടും അറിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടണം. അതെന്താ ഇതിന്റെ അർത്ഥം? ഒന്ന് കേട്ടെ. സത്യം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ യേശു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇതൊരു കുഞ്ഞപ്പന്റെയും ഒരു കുഞ്ഞമ്മയുടെയും ഉപദേശമല്ല. കരമടിച്ച് നമ്മുടെ യേശു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇത്ര നല്ല പ്രിയനേ, ഇതരയിൽ ശരിയാ ഹിടയാ ഒടുവിൽ പറയും ഇനി ബൈബിൾ നിങ്ങൾ വായിച്ചാൽ 2 വാക്കുകളാണ് അതിപ്രധാനം. ഒന്ന് ചെയ്യണം, 2 ചെയ്തു. പറഞ്ഞില്ല, ചെയ്യണം. ഉറക്കെ പറ. മറ്റൊന്ന് ചെയ്തു. ഒന്നുകൂടെ, ചെയ്യണം. 2 ചെയ്തു. ചെയ്യണം എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും ഒരു വചനമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടുകയല്ല ചെയ്യണ്ടേ, അതിനുവേണ്ടി അധ്വാനിക്കല്ല ചെയ്യണ്ടേ. ആ പാദങ്ങളിലേക്ക് അങ്ങ് വീഴണം. ആശ്വാസമേന്മേ താൻ തന്നദീന ഭാഗ്യവാന്യ. അവിടെ വെളിപ്പെടുന്നതിന്റെ പേരാണ് പ്രയർ. പ്രയറിന്റെ യഥാർത്ഥ അർത്ഥം പണ്ഡിതന്മാർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കട്ടെ. എന്നാൽ
ഭക്തന്മാർക്ക് അത് ഓരോ സമയത്ത് പല നിലയിലാണ് വെളിപ്പെടുന്നത്. എനിക്ക് കഴിയത്തില്ല, ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നു. അതാണ് ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഓ കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ടതാകുവാൻ താൻ മതിയാ, താൻ മതിയാ. ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ടതാകുവാൻ താൻ മതിയാ, മതിയാ. ഈ പാട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? 10 പ്രസംഗത്തെക്കാൾ പവർഫുൾ ആണ്. ഒന്നുകൂടെ ഒന്ന് പറയാം, ഒന്നുകൂടെ ഒന്ന് പറയാം, ഒന്നുകൂടെ ഒന്ന് പറയാം. കൂരിരുൾ മൂടുന്ന വേളകളിൽ കർത്താവിന്റെ പാദം ഞാൻ ചേർന്നിരിക്കും. ഒന്നിനും തന്നിടം എന്നിയെ വേറെങ്ങും ഓടേണ്ട, താങ്ങുവാൻ താൻ മതിയാ. ബൈബിളിൽ ചെയ്യണം എന്നൊരു ദൂത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അധ്വാനമല്ല, പരിശ്രമമല്ല, പാദത്തിലേക്ക് കെട്ടിപ്പിടിക്കുക. അവിടെ ചെയ്യാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. നിനക്കൊത്തിരി കാര്യം കഴിയത്തില്ല, സത്യം. പക്ഷെ നിന്നെ വിളിച്ചവന് അത് നിന്നിൽ നിവർത്തിക്കാൻ ശക്തി അവന്റെ കയ്യിലുണ്ട്. ആ ശക്തി നിനക്ക് ലഭിക്കുന്ന ഏക ഇടം യേശുവിന്റെ പാദമാണ്. ബൈബിൾ വായിച്ചാൽ ചെയ്യണം എന്ന ദൂത്, അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവന്റെ പാദത്തിലേക്ക്. ഞാൻ ഉടഞ്ഞു പോയി കിടന്നു, നണ്ണുറുക്കപ്പെട്ട് കിടന്നു, എന്നെ ഓട്ടി ചേർക്കണി എൻ കണ്ണീரை துடைத்து வைத்தது நாம் மறுக்கலையே. என்னை மன்னிக்க வந்த அழகே, உம்மை பாட உம்மை புகழ ஒரு நாவும் வந்தலையே. உம்மை കഴിയില്ലേ? സാരമില്ല, അതാണ് ഗോസ്പൽ. നിന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. അവന്റെ പാദത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ അതാണ് വിശുദ്ധന്മാർ. അവരുടെ ഒരു ഏറ്റവും വലിയ സ്വഭാവമാണ് യേശുവിന്റെ പാദത്തെ കെട്ടിപ്പിടിക്കുക, ആ പാദത്തിൽ കിടക്കുക. എന്തവർക്ക് ആമേൻ പറയാൻ പറ്റും? അവിടുന്ന് അവൻ എഴുന്നേൽക്കുന്നത് അവൻ ഭാരപ്പെട്ടതിനെ ജയിക്കാനുള്ള ശക്തിയും കൊണ്ട് മാത്രമായിരിക്കും. ഞാൻ ഈ ദൂത കർത്താവ് ഇവിടെ കൈമാറുമ്പോ ഭയങ്കരമായിട്ട് കർത്താവിനെ ആശ്രയിക്കാനുള്ള ഒരഭിഷേകം ദൈവം നിങ്ങൾക്ക് തരും. ഞാൻ അടുത്തൊരു ദൂത് പറയാം, ശ്രദ്ധിച്ചോ. ദൈവം ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി
നിന്നെ കാണുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ സ്വയാശ്രയത്തിന്റെ സകല കൊമ്പുകളെയും നീ വെട്ടിയില്ലെങ്കിലും ദൈവം തന്നെ വെട്ടും. നിന്റെ മുമ്പും പിൻപും വഴികളെ ദൈവം തന്നെ അടയ്ക്കും. എന്തിന്? നീ സ്വയത്തിൽ ചലിക്കരുത്. നീ ഒരിടത്ത് ചെല്ലണം. എവിടെ? യാബോക്കിൽ. യാബോക്കിൽ കയറി പിടിക്കണം. ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയണം. ആ നിലയിൽ, ഒരു നിലയിൽ നീ എത്തിക്കുന്ന ഒരു ദൈവം. പോരാ പോരാ. മനസ്സിലായവർ ഒന്ന് ഏറ്റെടുത്തേ. ദൈവ പദ്ധതിയുള്ളവന്റെ, ക്ഷമിക്കണം, ഒന്ന് കേട്ടോണം, ദൈവ പദ്ധതിയുള്ളവനെ ബലപ്പെടുത്തും എന്നൊരു ദൂതല്ല ഞാൻ പറയുന്നത്. നിന്നിലൊരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ചിലപ്പോൾ ബലഹീനനാക്കും. അതെന്തിന്? നീ അവന്റെ പാദത്തെ കയറി പിടിക്കാൻ. അന്ന് യാബോക്കിൽ വെച്ച് ഒരു വടി കൈമാറി. കൊച്ചുമകനെ അനുഗ്രഹിക്കുമ്പോഴും ആ വടിയുണ്ട്. അതിൽ ചാരി നിന്നു. അവൻ പിന്നെ നിന്നത് അവന്റെ ബലത്തിലല്ല, ആ വടിയുടെ ബലത്തിലാ. അതിന് പുതിയ നിയമത്തിലൊരു ദൂതുണ്ട്. അത് കൃപയുടെ മറവിടം. ആശ്രയം യേശു ബൈബിളിൽ മറ്റൊരു ദൂതുണ്ട്. ഹല്ലേലൂയ. അത് ചെയ്തു എന്നൊരു ദൂതാണ്. ചെയ്യണം എന്നൊരു ദൂത്. അടുത്ത ദൂത് ചെയ്തു. അങ്ങനെ ബൈബിളിൽ ഒരു വാക്ക് കണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. കേട്ടില്ല? കൈകളെ ഒന്ന് ഉയർത്തി പിന്നെ ഒന്ന് ചെയ്യും. ആരാധന ആരാധന ആരാധന. മനസ്സിലായെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേ. മനസ്സിലായെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേ. വിശുദ്ധന്മാർക്ക് രണ്ട് ചിറക്. ഇത് ആശ്രയം. ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ പോരാ, ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ, ചെയ്തു എന്ന് കാണുമ്പോൾ പോരാ പോരാ. യേശുവിന്റെ നാമത്തിൽ ഈ രണ്ട് ചിറകുകളും ഇന്ന് ബലപ്പെടട്ടെ. കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് മറ്റൊരു ദൂത്. ഈ ചിറക് കുറെ കാലഘട്ടമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നാം ദൈവപദ്ധതിയുടെ പൂർണ്ണതയിലെത്തും. എറ്റേണിറ്റി. അവിടെ എത്തുമ്പോ അന്നൊരു കാഴ്ച കാണും. 24 മൂപ്പന്മാരും
മൂപ്പന്മാരും തങ്ങൾക്ക് ലഭിച്ച കിരീടം പോരാ പോരാ എല്ലാരും വാക്ക് പറഞ്ഞ തങ്ങൾക്ക് ലഭിച്ച ഈ കിരീടം എന്തിനു കിട്ടിയതാ? ഈ കിരീടം എന്തിനു കിട്ടിയതാ? നല്ല പോർപ്പൊരുതിയതിന്, വിശ്വസ്തയോടെ ഓർഡർ തികച്ചതിന്, ആത്മാക്കളെ നേടിയതിന് ദൈവം കൊടുത്ത പ്രതിഫലങ്ങളാണ് വിശുദ്ധന്മാരുടെ തലയിലുള്ളത്. എന്നാൽ കർത്താവ് മുഴുമഹത്വത്തോടുകൂടെ വെളിപ്പെടുമ്പോ ഈ കിരീടം അവർ വെക്കത്തില്ല. അവരതും എടുക്കും. പ്ലീസ്, അതും എടുത്ത് യേശുവിന്റെ പാദത്തിൽ വെക്കും. എന്നിട്ട് പറയും, ഞാൻ നിന്നത് കൊണ്ട് തന്നതല്ലേ ഈ കിരീടം? സത്യത്തിൽ ഞാൻ നിന്നതല്ലല്ലോ, നീ എന്നെ നിർത്തിയതല്ലേ. ഓ നിന്നതല്ലതാ ദൈവം നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം ഞാന് ആത്മാക്കളെ നേടിയത് കൊണ്ടല്ലേ ഈ കിരീടങ്ങൾ. നിനക്കറിയാലോ എൻ്റെ പ്രസംഗം എന്തോ ഒരു പൊട്ടത്തരമായിരുന്നു, എന്തോ ഒരു മണ്ടത്തരമായിരുന്നു. പക്ഷെ എൻ്റെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ നിനക്ക് രക്ഷിക്കാൻ പ്രസാദം തോന്നിയല്ലോ. വേണ്ട, ഈ കിരീടവും നിന്റെ പാദത്തിൽ. ഞാൻ ഓടിയത് കൊണ്ടല്ലേ ഈ കിരീടം? സത്യത്തിൽ ഞാൻ ഓടിയതല്ലല്ലോ. എത്ര സ്ഥലത്ത് ഞാൻ സ്റ്റക്കായതാ. ഇട്ടിട്ട് പോകാൻ എത്ര വട്ടം ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞു. ഞാൻ ഓടിയതല്ലല്ലോ, നീ മുന്നിൽ നിന്ന് എന്നെ വലിച്ചുകൊണ്ട് കരമെല്ലാം ഒന്ന് ഉയർത്തിയ കർത്താവിന്. ഈ സത്യങ്ങളെല്ലാം ഇന്ന് ആരും അറിയത്തില്ല. ഇതെല്ലാം നിത്യതയിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ഇന്ന് നമ്മുടെയൊക്കെ ചിന്തയുണ്ട്, ഞാൻ ഏതാണ്ട് ചെയ്തത് കൊണ്ടായി നിൽക്കുന്നെന്ന്. എന്നാൽ ഒരിക്കൽ ദൈവം അത് വെളിപ്പെടുത്തി തരും. നീ ഒന്നും ചെയ്തതല്ലടാ, ഞാനെല്ലാം ചെയ്തതാ. അതറിയാൻ നിത്യത വരെയും ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ആ നിത്യത മുഴുവൻ വിശുദ്ധന്മാർക്കൊന്നും ചെയ്യാനില്ല. ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, ആരാധന. പോരാ പോരാ, അവിടെ ഒരു വാക്കുണ്ട്, സകല മഹത്വവും പുകഴ്ചയും ആരാധനയും കുഞ്ഞാടിന്. മറ്റൊരു വാക്ക്, നീ യോഗ്യൻ. പോരാ, നീ പോരാ, നീ ഉറക്കെ പറ, നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ. എന്റെ ഒരു വിനീതമായ അവൻ ആഗ്രഹം, ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ. യോഗ്യൻ യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ. യോഗ്യൻ കൃപയുടെ പൂർണ്ണത നിത്യതയിലെ അറിയൂ. മറ്റൊരു വാക്ക്, കൃപയുടെ ജീവിതം സ്തുതിയുടെ ജീവിതമാണ്. അതൊരുവൻ ഇന്ന് മണത്തറിഞ്ഞാൽ അവൻ ഇന്ന് ചെയ്യാൻ അതേ ഉണ്ടാകത്തുള്ളൂ. ആരാധന പോരാ, ആരാധന. കൈകളെ ഉയർത്തി ആരാധന. ആരാധന. എല്ലാം മുട്ടും എല്ലാ
യേശു മാത്രം കർത്താവ്. സ്തുതിക്കുന്നൊരു ജനത, പ്രാർത്ഥിക്കുന്നൊരു ജനത, അവരാണ് ഉണർവിനെ കൊണ്ടുവരുന്നത്. കരമടിച്ചൊരിക്കൽ കൂടെ ഇസ്രായേലിന് നഷ്ടപ്പെട്ട മഹത്വത്തെ കൊണ്ടുവരാൻ ദാവീദ് എടുത്ത ആയുധം ആരാധനയാണ്. നമ്മുടെ സഭകളിൽ എങ്ങനെ മഹത്വത്തെ കൊണ്ടുവരാം? പോരാ. നമ്മുടെ സഭകളിൽ എങ്ങനെ മഹത്വത്തെ കൊണ്ടുവരാം? നമ്മുടെ ദേശത്ത് എങ്ങനെ മഹത്വത്തെ കൊണ്ടുവരാം? ആരാധിക്കുന്ന ദാവീദുമാ. ആരും എന്തും പറയട്ടെ, ആർക്കും കളിയാക്കാം, ആർക്കും വിധിക്കാം, പക്ഷേ ദാവീദുമാർ മഹത്വം കൊണ്ടുവരും. കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തിന് ഒരു ആരാധന കൊടുക്കാം. നല്ലവരെ ഉമ്മയാരാധിപ്പേ, വല്ലവരെ ഉമ്മയാരാധിപ്പേ, നല്ലവരെ ഉമ്മയാരാധിപ്പേ, വല്ലവരെ ഉമ്മയാരാധി. കരമൊന്ന് തട്ടി. നല്ലവരെ ഉമ്മയാരാധിപ്പേ, വല്ലവരെ ഉമ്മയാരാധിപ്പേ, നല്ലവരെ ഉമ്മയാരാധിപ്പേ, വല്ലവരെ ഉമ്മയാരാധിപ്പേ. ഓ ആരാധിപ്പേ, ഞാൻ ആരാധിപ്പേ, ആண்டവரേ യേശുവേ ആരാധിപ്പേ, ആരാധിപ്പേ, ഞാൻ ആരാധിപ്പേ, ആண்டവരേ യേശുവേ ആരാധിപ്പേ. ഹല്ലേലൂയ. ആരാധിച്ച് മഹത്വത്തെ കൊണ്ടുവന്നു. ആ മഹത്വത്തെ എങ്ങനെ നിലനിർത്തി? ഇസ്രായേലിൽ വന്ന മഹത്വത്തെ ദാവീദ് എങ്ങനെ നിലനിർത്തി? ദാവീദ് പറഞ്ഞു, ഈ മഹത്വം നിലനിൽക്കണമെങ്കിൽ സ്തുതിയുടെയും ആരാധനയുടെയും ഒരു സുഗന്ധം ഉയർന്നുകൊണ്ടിരിക്കണം. സംഗീത പ്രമാണികളെ കണ്ടെത്തി. 24,000 സംഗീത പ്രമാണികളെ കണ്ടെത്തി. ഓരോ ഗ്രൂപ്പിനെ 2000 തിരിച്ച് 2 മണിക്കൂർ വീതം കൊടുത്ത് 2 മണിക്കൂർ ഒരു ഗ്രൂപ്പ് ചെന്ന് ഈ മഹത്വം ഇരിക്കുന്ന പെട്ടകത്തിന്റെ കൂടാരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കും. പോരാൻ വേണ്ടിയില്ല. അവരിറങ്ങുമ്പോൾ അടുത്ത ഗ്രൂപ്പ് ചെല്ലും. അങ്ങനെ 24 മണിക്കൂർ. കേട്ടെ, ഈ മഹത്വം ഇരിക്കുന്ന സ്ഥലം ഒരു നിർജ്ജന പ്രദേശമാണ്. ആ സ്ഥലത്തെ കണ്ടുകൊണ്ടാണ് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരുന്ന മനുഷ്യൻ പറഞ്ഞത്, എനിക്കിവിടെ ഇരിക്കുന്നത് ഇഷ്ടമില്ല, എനിക്കിവിടെ ഇരിക്കുന്നത് ഇഷ്ടമില്ല, എനിക്കിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും തോഴിമാരും തോഴന്മാരും കൂടെ നിൽക്കുന്നത് ഇഷ്ടമില്ല, മുൻപും പിൻപും പടയാളികൾ നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല, എനിക്കിഷ്ടം ഒറ്റ കാര്യം, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അവിടെ മനോഹരത്വം കാണുവാനും. എന്റെ ആഗ്രഹം കൊട്ടാരത്തിലല്ല, എന്റെ ആഗ്രഹം മഹത്വം ഇരിക്കുന്നിടത്ത് ആരാധനയുടെ നടുവിൽ. പോരാ പോരാ പോരാ, ആരാധനയുടെ നടുവിൽ എനിക്ക് എന്റെ ജീവിതം തീർക്കണം. ഓ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. നിങ്ങൾക്ക് പാടാനുള്ളതാണ്. ഓ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഇത് ഈ പാട്ട് 6 സ്പീഡാക്കി പാടരുത്.
നിങ്ങളുടെ പാട്ടാക്കണം. മാധുരമാ നിൻമൊഴികൾ താഴ്പ്പിക്കുമെൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തുടരുക തുടരുക തുടരുക. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തെ ആനന്ദമേ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തൊടുന്നില്ല. നിങ്ങൾക്ക് ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇരിക്കാം. മഹത്വത്തെ കൊണ്ടുവന്നത് ആരാധനയിലൂടെ, മഹത്വത്തെ നിലനിർത്തിയത് പോരാ. ദാവീദിന്റെ കാലം കഴിഞ്ഞപ്പോൾ ആരാധന നഷ്ടപ്പെട്ടു, ആ മഹത്വം നഷ്ടപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആമോസിലൂടെ ദൈവം തന്റെ ഹൃദയം പങ്കുവച്ചു. ആ ഹൃദയം എന്തെന്നറിയാമോ? ഞാൻ പണിയും, ഞാൻ പണിയും, ഞാൻ പണിയും. എന്റെ കൂടാരമെന്നല്ല, ദാവീദിന്റെ കൂടാരം. കേട്ടെ, ദാവീദ് തന്റെ വീട് ആലയമാക്കി. ദൈവം ആലയത്തിന്റെ പേര് മാറ്റി. ഇത് ദാവീദിന്റെ വീട്. ഓ, കർത്താവ് പറയുക, എനിക്കൊരു കാര്യം ചെയ്യണം. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ എഴുന്നേൽപ്പിക്കും, എഴുന്നേൽപ്പിക്കും. ഇതൊരു ദൂതാണ്, ഇതൊരു ദൂതാണ്. എഴുന്നേൽപ്പിക്കും. അത് ഇന്ത്യയിൽ എഴുന്നേൽപ്പിക്കും, അത് കേരളത്തിൽ എഴുന്നേൽപ്പിക്കും. യെസ്. ഇന്ന് പകൽ ഈ ജനത്തിലൂടെ ദൈവം അതിനെ എഴുന്നേൽപ്പിക്കും. ഇച്ഛയിൽ ഇന്ന് വരെ കാണാത്ത വർഷിപ്പ് ലീഡേഴ്സ് എഴുന്നേൽക്കാൻ പോവുകയാണ്. ലോക രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന വർഷിപ്പ് സോങ്ങുകൾ ഇച്ഛയിൽ നിന്ന് ലോക രാജ്യം കടമെടുക്കാൻ പോകുകയാണ്. Receive. Yes. ഞാൻ എഴുന്നേൽപ്പിക്കും. ഓ, ഞാൻ എഴുന്നേൽപ്പിക്കും. എത്ര പേർ അത് ഏറ്റെടുക്കുന്നു? എഴുന്നേൽപ്പിക്കും. ഇന്ത്യയിൽ വലിയ വർഷിപ്പ് റിവൈവലുകൾ കർത്താവ് അയക്കാൻ പോകുന്നു. അത് ദൈവം നിവർത്തിച്ചു. കേട്ടില്ല? അത് ദൈവം നിവർത്തിച്ചു. യഹൂദനിലൂടെയല്ല, യഹൂദനിലൂടെയല്ല, യഹൂദനിലൂടെയല്ല. പത്രോസും ശിഷ്യന്മാരും ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം പങ്കുവച്ചു. യഹൂദന്മാരിൽ നിന്നല്ല, ജാതികളിൽ നിന്ന്. കൊർന്നല്യോസ് എഴുന്നേറ്റ് വന്നപ്പോൾ പറയുവാണ്, ഇത് ആ കൂടാരത്തിന്റെ പണിയാണ് എന്ന് പറഞ്ഞാൽ യഹൂദനിലൂടെയല്ല, ദൈവം ആ കൂടാരത്തെ പണിതത് നിന്നിലൂടെ. കരമൊന്ന് ഉയർത്തിയാൽ
2 കാര്യങ്ങളെ ഓർപ്പിക്കാൻ കർത്താവ് എനിക്ക് തരുന്നു. മഹത്വം കൊണ്ടുവന്നത് ആരാധനയിലൂടെ, മഹത്വത്തെ നിലനിർത്തിയത് ആരാധനയിലൂടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു വ്യക്തിയെ കാണുന്നു, പേര് മറിയ. ഒരു വാഗ്ദത്തം കേട്ടു, നിന്നിൽ നിന്ന് ലോകരക്ഷിതാവ് ജനിക്കാൻ പോകുകയാ. കേട്ടില്ല? വാഗ്ദത്തം, വാഗ്ദത്തം പറഞ്ഞാട്ടെ. അവൾ ആ വാഗ്ദത്തം നിവർത്തിക്കാൻ എന്ത് ചെയ്തു? വാഗ്ദത്തം നിവർത്തിക്കാൻ എന്ത് ചെയ്തു? ഒത്തിരി ഒന്നും ചെയ്തില്ല. അതിൽ അതിപ്രധാനമായ 2 കാര്യം. എന്റെ ഉള്ളം ദൈവത്തെ മഹിമപ്പെടുത്തുന്നു. കേട്ടില്ല? എന്റെ ഉള്ളം, കേട്ടില്ല? എന്റെ ഉള്ളം ദൈവത്തെ മഹിമപ്പെടുത്തുന്നു. അവനിൽ ഞാൻ ഉല്ലസിക്കുന്നു. കേട്ടില്ല? എന്റെ ഉള്ളം ദൈവത്തിൽ മഹിമപ്പെടുന്നു. കേട്ടില്ല? എന്റെ ഉള്ളം ദൈവത്തെ മഹിമപ്പെടുത്തുന്നു. ഞാൻ അവനിൽ ഉല്ലസിക്കുന്നു. രണ്ട് കാര്യം. ഒന്ന്, വാഗ്ദത്തം നിവർത്തിക്കാൻ അവൾ ആരാധിച്ചു. പോരാ. വാഗ്ദത്തം നിവർത്തിക്കാൻ അവൾ ആരാധിച്ചു. വാഗ്ദത്തം നിവർത്തിക്കാൻ അവൾ ദൈവമായ ഒരു ഇന്റിമസിയിലേക്ക്, ഒരടുത്ത ബന്ധത്തിലേക്ക്, ഒരാ കൈകളെ ഒന്ന് ഉയർത്തി. അടുത്ത ദൂത്, വാഗ്ദത്തം നിവർത്തിക്കാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ഏറ്റെടുത്തേ. ഇത്രയും സിമ്പിൾ ഗോസ്പൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആരാധിച്ചുകൊണ്ടേയിരുന്നു. കൈകളെല്ലാം ഒന്ന് ഉയർത്തി. ഇന്ന് എനിക്കറിയാം, ഇവിടെ നിൽക്കുന്ന എല്ലാവരും വാഗ്ദത്തത്തിന്റെ ജനതയാണ്. അത് നിവർത്തിക്കാൻ ഒരാരാധനയുടെ അഭിഷേകം. 2 കരങ്ങളും ഉയർത്തി അതൊന്ന് സ്വീകരിച്ചാൽ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ. അല്പോടെ ശബ്ദം ഉയർത്താൻ പറ്റും. നീ നല്ലവൻ. ഒരിക്കൽ കൂടെ, യോഗ്യനേശുവേ, 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 നീ നല്ലവൻ, നീ നല്ലവൻ, നീ നല്ലവൻ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്തു ഞാൻ പകരം നൽകും? നീ
ഒരു വാഗ്ദത്തമുണ്ടോ? വാഗ്ദത്തമുണ്ടോ? ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ആരാധിച്ചുകൊണ്ടേയിരിക്കുക. എത്ര പേര് ആമേൻ പറയുന്നു? മഹത്വം ആരാധന കൊണ്ടുവരും. മഹത്വം, ആമേൻ, ആരാധന മഹത്വത്തെ നിലനിർത്തും. ആരാധനയിൽ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നടക്കും. കരങ്ങളെ ഉയർത്തി ആമേൻ. വലിയ ബ്രേക്ക്ത്രൂകൾ ആരാധനയിൽ നടക്കും. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ആരാധിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കരമടിച്ചൊരിക്കൽ കൂടെ ഇന്ന് ഈ വചനം പറയുമ്പോൾ ചിലത് പൊട്ടി മാറുന്നു, ചിലത് തകർന്നു മാറുന്നു. യെസ്, ഇന്ത്യയുടെ റിവൈവലിന് തടസ്സമായി നിൽക്കുന്ന ചിലത് ദൈവം തകർക്കുന്നു, 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 തകർക്കുന്നു. ഇന്ത്യയുടെ റിവൈവലിനെ തടയുന്ന ചിലതിനെ തകർക്കുന്നു, തകർക്കുന്നു. കരമടിച്ച് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏറ്റവും 2 ബ്രേക്ക് ത്രൂ, അതൊന്ന് മക്കദോന്യ വിളി എന്ന് പറയുന്നതാണ്. അത് നടന്നത് ആരാധനയിലാണ്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ കരമൊന്ന് ഉയർത്തി. അപ്പോൾ ആരാധന വലിയ ബ്രേക്ക് ത്രൂ നടത്തും. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്തിക്കോട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ റിവൈവൽ, ആ റിവൈവലിനെ കുറിച്ച് ഒന്ന് വായിച്ചു നിർത്താം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. പെട്ടെന്ന് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമ്മൾ വായിച്ച് ഈ സന്ദേശം കേട്ട് നിർത്തുകയാണ്. വാക്യം 11:1-2. പ്ലീസ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം ചോദിക്കും. ഒരു വലിയ റിവൈവൽ എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട്? ഒന്നുകൂടെ കൈകളൊന്ന് ഉയർത്തണം. പലരും പറയും അന്ത്യകാലം റിവൈവലിന്റെ കാലം അല്ലെന്നൊക്കെ പറയും. യെസ്, ഒത്തിരി 10-15 വാക്യങ്ങൾ കൊണ്ട് അത് തെളിയിക്കാനൊക്കെ പറ്റും. പക്ഷേ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, ഒരു വലിയ റിവൈവൽ തണുത്ത് ഉറങ്ങി കരഞ്ഞ് ക്ഷീണിച്ചു പോയ ഒരു വാട്ടം പിടിച്ച മാലിന്യം പിടിച്ച ഒരു മണവാട്ടിയെ ചേർക്കാനല്ല യേശുപ്പ വരുന്നത്. ജ്വലിച്ച് കത്തി തിളങ്ങി നിൽക്കുന്ന ഒരു സഭയെ. ലോകത്തിൽ ചിലപ്പോൾ ഉണർവ് നഷ്ടപ്പെടാം, പ്രസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഉണർവ് നഷ്ടപ്പെടാം. പക്ഷേ സഭയ്ക്ക്, അതിന്റെ അർത്ഥം സഭ സംഘടനയല്ല, സഭ ലോകമല്ല. സംഘടനയിൽ ചിലപ്പോൾ സഭ കാണാം, പക്ഷെ സഭ അത് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ്. അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കേട്ടില്ല? സഭയ്ക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അവർ ജ്വലിച്ച് തിളങ്ങുന്നവരായിരിക്കും. പെട്ടെന്ന് നിർത്തിക്കോട്ടെ. ലോകങ്ങളുടെ ഏറ്റവും വലിയ റിവൈവൽ അത് അന്ത്യോക്യയുടെ റിവൈവലാ. ആ റിവൈവൽ നടക്കാൻ എന്ത് സംഭവിച്ചു? നിങ്ങൾ ശ്രദ്ധിച്ച ഈ വാക്യം ഒന്ന്. അവർ കർത്താവിനെ ആരാധിച്ചു. ഫസ്റ്റ് അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ് നീഗർ എന്ന പേര്. ബർന്നബാസ് ലേവ്യനാണ്. നീഗർ എന്നു പേരുള്ള ശിമോൻ, അത് കുറയനക്കാരനാണ്, കർത്തവനാണ്.
കുറേനക്കാരനായ ലൂക്യോസ്, അദ്ദേഹവും കറുത്തവനാണ്. ഇടപ്രഭുവായ ഹേരോദാവോട് കൂടെ വളർന്ന കൊട്ടാരത്തിൽ വളർന്ന കൊട്ടാരവാസിയുണ്ട്. ശൗൽ എന്നീ പ്രവാചകന്മാരും, ശൗൽ പ്രവാചകനാണ്. ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഉപദേശകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചു. അപ്പോൾ റിവൈവലിന് ഇത്രയും കാര്യം വേണം. കൈകൾ 1, 2 മാത്രമേ കണ്ടോളൂ. ഇവിടെ ഒരു പ്രാർത്ഥന കൂടെ ഉയരട്ടെ. ആമേൻ എന്ന് പറഞ്ഞാൽ കറുത്തവനും വെളുത്തവനും ഒരുമിച്ചിരിക്കണം. കൊട്ടാരത്തിൽ വസിക്കുന്നവനും കുടിലിൽ വസിക്കുന്നവനും ഒരുമിച്ചിരിക്കണം. പരീശനും ലേവ്യനും ഒരുമിച്ചിരിക്കണം. അങ്ങനെ നടക്കുമോ? നടക്കും. അതിനകത്ത് ഏറ്റവും രസകരമായ അടുത്തൊരു വാക്യമുണ്ട്. പ്രവാചകരും ഉപദേശകന്മാരും ഒരുമിച്ചിരുന്നു. ആ സാധനം ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. പ്രവാചകർ ഒരു മീറ്റിംഗ് നടത്തിയാൽ മൊത്തം പ്രവാചകരായിരിക്കും. ഉപദേശകർ ഒരു മീറ്റിംഗ് നടത്തിയാൽ അതിനകത്ത് ഒരു തരി പോലും പ്രവാചകൻ കാണത്തില്ല. അങ്ങനെ റിവൈവൽ നടക്കത്തില്ല. റിവൈവലിന് നിറവ്യത്യാസം മാറണം, വലിപ്പച്ചെറുപ്പം മാറണം. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കൈ ഒന്ന് ഉയർത്തി. ഇത് സംഭവിച്ചേ പറ്റൂ. ചില പേരുകളൊക്കെ എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ പറയണ്ട, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടുത്തെ ഏറ്റവും വലിയ ഉപദേശകരും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രവാചകരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ്മ സ്വപ്നം കണ്ടുകൊണ്ട് ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഓരോ കൈകൾ കണ്ടില്ല, കൈകൾ. അവർ അവിടെ ഇരുന്നുകൊണ്ട് തിരുത്തുകയല്ലായിരുന്നു, താനാണ് ശരിയെന്ന് തെളിയിക്കുകയല്ലായിരുന്നു, തൻ്റെ തിയറിയാണ് സത്യമെന്ന് വെളിപ്പെടുത്തുകയല്ലായിരുന്നു. ഇടപ്രഭുവിന്റെ കൂടെ വളർന്നവനും കുറയനക്കാരനും കൊട്ടാരത്തിൽ വളർന്നവനും പരീശനും ലേവ്യനും കുറയനക്കാരനും പ്രവാചകനും ഉപദേശാവും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്തു? പോരാ പോരാ, ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആരാധിച്ചു, ആരാധിച്ചും ഉപവസിച്ചും കൊണ്ട് എല്ലാവരും വാക്കുറ ആരാധിച്ചും ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരുന്നു. ഉപവസിച്ചും കൊണ്ടിരുന്നു. അപ്പോൾ എന്തിനാരാധിച്ചു? എന്തിനു ഉപവസിച്ചു? അത് മാത്രം പറഞ്ഞ എന്തിനാരാധിച്ചു, എന്തിനു ഉപവസിച്ചു? അവർ ഒരുമിച്ച് കൂടി ആരാധിച്ചു ഉപവസിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാരാധിച്ചു? രണ്ടു കാര്യം ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് നിർത്തിക്കോട്ടെ. എന്തിനാരാധിച്ചു? എന്തിനാരാധിച്ചു? ദൈവപ്രവൃത്തി നടക്കാൻ അല്ല. എന്തിനാരാധിച്ചു? സഭ ഒന്നിക്കാൻ അല്ല. എന്തിനാരാധിച്ചു? ഉണർവുണ്ടാകാൻ അല്ല. എന്തിനാരാധിച്ചു? അന്ധകാര മണ്ഡലം തകരാൻ അല്ല. ഒറ്റ വാക്ക്, ചുമ്മാ ആരാധിച്ചു. ആമേൻ വന്നില്ല, ഇഷ്ടപ്പെട്ടില്ല. എന്തിനാരാധിക്കുന്നേ? വാക്ക് പറ. എന്തിനാരാധിക്കുന്നേ? പേടിയായിപ്പോയി. എന്തിനാരാധിക്കുന്നേ? ചുമ്മാ എനിക്ക് യേശുപ്പ ഇഷ്ട, ഞാനങ്ങ് ആരാധിക്കും. മക്കളെ കെട്ടിക്കാൻ അല്ല, വീട് വെക്കാൻ അല്ല, ജോലി കിട്ടാൻ അല്ല, ചർച്ച പണിയാൻ അല്ല, ഭവനം പണിയാൻ അല്ല, ഉണർവുണ്ടാകാൻ അല്ല, ദേശത്ത് ദൈവപ്രവൃത്തി നടക്കാൻ അല്ല, ഒന്നുമല്ല. എന്തിനാ? ചുമ്മാ. കേട്ടില്ല? ചുമ്മാ. അതല്ല, എനിക്ക് എന്റെ യേശുവേ ഇഷ്ട. കേൾക്കുന്നില്ലല്ലോ, മനസ്സിലാകുന്നില്ലല്ലോ. ചുമ്മാ പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഞാൻ നോക്കിയപ്പോ എന്റെ പുറകിന്ന്, ആ യോഗത്തിന്റെ പുറകിന്ന് ഒരാളിങ്ങനെ നടന്നു വരിക. ഒരാളിങ്ങനെ നടന്നു വരിക. ഞാൻ ഓർത്ത് ഇടയ്ക്ക് ആരെങ്കിലും തടയുമെന്ന് ഓർത്ത്. ആരും തടയുന്നില്ല. എന്നെ മാത്രം നോക്കി ഒരാൾ വരിക. വലിയ ആളൊന്നും അല്ല,
1.25 വയസ്സുള്ള ഒരാളാണ്. നടന്ന് വരിക, നടന്ന് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഇവിടെ ചോട്ടുന്നിട്ട് എന്നെ പാൻ്റെ കയറി പിടിച്ചു. ഞാൻ എടുത്തു, ഇത് ഇങ്ങോട്ട് വെച്ചു. ആളൊരൊറ്റ ഉറക്കുറങ്ങി. എന്തിനാ വന്നേ? മുട്ടായിക്കല്ല. എന്തിനാ വന്നേ? മുട്ടായി മേടിക്കാനല്ല, പരാതി പറയാനല്ല. ഒറ്റ കാര്യം, വന്നു, ഞാൻ എടുത്തു, ഇവിടെ വെച്ചു, ആൾ ഉറങ്ങി. ആ കുഞ്ഞിനോട് ചോദിക്കണം, അന്നാമ്മേ എന്തിനാ വന്നേ? ചുമ്മാ എനിക്ക് അപ്പന്റെ തോളിൽ ഒന്ന് കിടക്കണം, ചുമ്മാ. ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ചുമ്മാ. അന്ത്യോക്യയിൽ അവർ ഒരുമിച്ചിരിക്കുന്നതിന്റെ ഒറ്റ കാര്യം, ചുമ്മാ. എനിക്ക് ഭയങ്കര ഇഷ്ട യേശുപ്പനെ. നീ നീയെന്നും സ്തുത്യൻ ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. മാർവിൽ ചാരി എല്ലാം പറയാ വിശ്വസ്തനാവൻ വീരനാണവൻ. സ്നേഹിക്കുന്നേ യേശുവേ. ഓ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഇതാണ് അന്ത്യോക്യ. ഇതാണ് അന്ത്യോക്യ. രോഗം മാറണ്ട, കടം മാറണ്ട, ക്ഷീണം മാറണ്ട, ബന്ധനം അടിയണ്ട, കെട്ടുപൊട്ടണ്ട, സൗഖ്യം വേണ്ട, ഒന്നും വേണ്ട. എന്തിനാ ആരാധിക്കുന്നേ? ഒറ്റ വാക്ക്, ചുമ്മാ. കേട്ടില്ലല്ലോ. പറ, എന്തിനാ ആരാധിക്കുന്നേ? ഉറക്കെ പറഞ്ഞോ. എനിക്ക് യേശുവപ്പെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവന്റെ പാദത്തിൽ വരും, അവിടെ കിടക്കും, വീഴും, ഞാൻ അവിടെ ചേർന്നിരിക്കും. ആവശ്യമൊന്നുമില്ല, ചുമ്മാ. അവർ കർത്താവിനെ കേട്ടില്ല, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ആവശ്യമില്ല, വന്നേക്കാണ് ചുമ്മാ ആരാധിക്കാൻ, ഉപവസിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാക്കുക ഭാഗം? റിവൈവൽ എവിടെ ആരംഭിക്കും? എല്ലാ ആഗ്രഹവും മാറി കർത്താവ് മാത്രം ആഗ്രഹമായി തീരുമ്പോൾ
ഏറ്റെടുക്കാൻ പറ്റുന്നെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ ആഗ്രഹവും മാറി കർത്താവ് മാത്രം ആഗ്രഹമായി വരുമ്പോൾ ആ കണ്ണുകളെ കാണണം, ആ പാദത്തിൽ വീഴണം, ആ വായിൽ നിന്ന് കേൾക്കണം, ചൂടറിയണം. എനിക്ക് യേശുവിന്റെ കൂടെ ദിനവും, യേശുവിന്റെ കൂടെ ദിനവും, യേശുവിന്റെ ഓ ദിനവും, യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ കർത്താവിനോട് പറയുന്നു, കർത്താവിന് ഇങ്ങനത്തെ കുറെ പേരെ വേണം. പോരാ പോരാ, ഒരാവശ്യമില്ലാതെ കർത്താവിനെ ഇങ്ങനെ തട്ടി ഒരുമി പോരല്ലോ. കർത്താവിനെ ഇങ്ങനെ, കർത്താവിന്റെ കൂടെ എന്തിനാ പാടുന്നേ? യേശുപ്പൻ ഇഷ്ടം. എന്തിനാ ഉപവസിക്കുന്നേ? എനിക്ക് യേശുപ്പൻ ഇഷ്ടം. എന്തിനെ ആരാധിക്കുന്നേ? എനിക്ക് യേശുപ്പൻ ഇഷ്ട. എന്താ ഇവിടെ മുട്ടുകുത്തിരിക്കുന്നേ? യേശുപ്പൻ ഇഷ്ട. ഈ സമയം കർത്താവിനോട് പറയുന്നു, യേശുവുമായിട്ട് ഒരു ഡീപ്പ് റിലേഷനിലേക്ക് ദൈവം ഈ ജനത്തെ കൊണ്ടുപോകുന്നു. എത്ര പേർക്ക് അത് ആവശ്യമുണ്ട്? കർത്താവുമായിട്ടൊരു ഭയങ്കര ക്ലോസ് റിലേഷനിലേക്ക്, കർത്താവുമായിട്ട് ഒരു വിധത്തിലും അകലുവാൻ കഴിയാത്ത നിലയിൽ, ഒരു ഉപ്പ് വെള്ളത്തിൽ വീണ് ലയിച്ചു ചേർന്നിട്ട് ഏതാണ് ഉപ്പ് ഏതാണ് വെള്ളം എന്നതിനെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ യേശുവുമായി അവരങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മിണ്ടുന്നു, ഒരാൾ സംസാരിക്കുന്നു. എവിടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും? കർത്താവിന്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കുമ്പോൾ അവിടെ ക്ഷണിക്കാതെ ദൂത് വരും, ക്ഷണിക്കാതെ ആലോചന വരും, ക്ഷണിക്കാതെ നിയോഗങ്ങൾ വരും, ക്ഷണിക്കാതെ ഡബിൾ പോർഷൻ ഉണ്ടാകും. മതി, നിന്റെ ലെവൽ മാറി. ഇത് നിന്റെ ഡബിൾ പോർഷൻ ആണ്. ഇത് ഇരട്ടി പങ്കിട്ട് കരമൊന്നടിച്ച് പൗലോസിന്റെ തുടക്കം ഒരു സാക്ഷ്യം പറച്ചിലുകാരനായിട്ടാണ്. പിന്നെ പൗലോസ് ഒരു സുവിശേഷകനായി, പിന്നെ പൗലോസ് ഒരു പ്രവാചകനായി. 3 നിലവാരത്തിൽ കയറി നിന്നതിന് ശേഷം അടുത്ത ലെവൽ വെളിപ്പെട്ടത് അന്ത്യോക്യയിലാണ്. അത് ചെറുതല്ല. ഞാൻ വിളിച്ച വേലയ്ക്ക് വേണ്ടി നിന്നെ വേർതിരിക്കുകയാ. എവിടെ വെച്ച്? അന്ത്യോക്യയിൽ. ഞാൻ കർത്താവിൽ നിങ്ങളോട് എല്ലാവരും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ത്യോക്യ വെളിപ്പെടട്ടെ. ഏറ്റെടുത്തില്ല. മർക്കോസിന്റെ മാളികമുറി ഒരു കാത്തിരിപ്പാണെങ്കിൽ അന്ത്യോക്യ ഒരു കാത്തിരിപ്പുമല്ല, ഒരു കൊതിയാണ്. ദൈവത്തെ കിട്ടാൻ
ഒരു കൊതി. Hallelujah. കേട്ടില്ല? നിങ്ങൾ ആ വാക്ക് കേട്ടെങ്കിൽ രാമേ പറഞ്ഞേ. മക്കത് അമേൻ. മർക്കോസിന്റെ മാളിക മുറി ഒരു കാത്തിരിപ്പാണെങ്കിൽ അന്ത്യോക്യ കാത്തിരിപ്പല്ല, ദൈവത്തെ കിട്ടാനുള്ള ഒരു കൊതിയാണ്. Amen. ഈ മീറ്റിംഗ് ചിലരുടെ ജീവിതത്തിൽ ഒരു അന്ത്യോക്യയാണ്. കൊതി, Yes. ദാഹം. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാത്തവർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശാപം. കേട്ടില്ല? ഒന്നുകൂടെ പറയാം. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാത്തവർ ശുശ്രൂഷയിൽ ഉള്ളതാണ് ഒരു ശാപം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കുന്നവർ ശുശ്രൂഷയിൽ ഇറങ്ങുന്നതാണ് അനുഗ്രഹം. അന്ത്യോക്യ വെളിപ്പെടട്ടെ. ഒരാമേ പറഞ്ഞാട്ടെ. ഞാൻ ആ വാക്ക് പറഞ്ഞു നിർത്തുന്നു. അവർ ഉപവസിച്ചു ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പിൻ. അടുത്ത വാക്ക് കേട്ടെ. അടുത്ത വാക്ക്. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഉപവാസമല്ല ഇത്. ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ നിയോഗത്തിന് വേണ്ടിയുള്ള അടുത്ത പ്രാർത്ഥന. രണ്ടാമതവർ ആരാധിക്കുന്നത്, രണ്ടാമതവർ ഉപവസിക്കുന്നത് വിളിച്ച വേലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെതാണ്. അങ്ങനെ അവർ വീണ്ടും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ത്യോക്യ വെളിപ്പെട്ടെങ്കിൽ അടുത്തൊരു പ്രാർത്ഥനയിലേക്ക് കയറുക, അടുത്തൊരു ആരാധനയിലേക്ക് കയറുക. അയക്കുവാൻ വേണ്ടി രണ്ട് കരങ്ങൾ ഒന്ന് ഉയർത്തി പ്രാർത്ഥിക്കാം. ആടിയേതാ ദേവാ, ആടിയേനിതാ ദേവാ, ആടിയേനിതാ ദേവാ, ഉപയോഗിക്കണേ ഇനിയും എന്നെ ഒരു ഉണർവിനായി. ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ, അണയാത്ത ഓരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. എത്ര പേർ പറയാൻ പറ്റും? അണയാത്ത ഓരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. യേശുവപ്പ, കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ രാജ്യത്ത് അയക്കുന്ന റിവൈവലിനെ സ്വീകരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ റിവൈവൽ ചലിക്കട്ടെ. റിവൈവൽ ഒരു ദേശത്തല്ല, റിവൈവൽ ഒരു ചർച്ചിലല്ല, റിവൈവൽ ഒരു കുടുംബത്തിലുമല്ല, റിവൈവൽ വ്യക്തികളിലാണ് ആരംഭിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ റിവൈവലിന്റെ സോങ്ങുകൾ, റിവൈവലിന്റെ മെസ്സേജുകൾ, റിവൈവലിന്റെ പേഴ്സണാലിറ്റി, റിവൈവലിന്റെ അന്തരീക്ഷം, റിവൈവലിന്റെ സ്വഭാവം എല്ലാ മക്കളിലും വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഞങ്ങളത് സ്വീകരിക്കുന്നു. ആരാധനയുടെയും ആശ്രയത്തിൻ്റെയും അഭിഷേകത്തെ സ്വീകരിക്കുന്നു. യേശുവേ